സ്നേഹ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി. എനിക്ക് ആവശ്യമുള്ള ഒരു ബുക്സും അവിടുന്ന് കിട്ടിയില്ല. റഷ്യൻ കൾച്ചറൽ സെന്ററിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. മിക്കവാറും സ്നേഹ ഉദ്ദേശിക്കുന്ന ബുക്സ് അവിടെ കാണുമായിരിക്കും. എന്താ ജാനറ്റ്, മുഖം വല്ലാണ്ടിരിക്കണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തു, അതിന്റെ ക്ഷീണം. അതൊന്നും അല്ല, മനസ്സിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നി, അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ സ്നേഹയ്ക്ക് വെറുതെ തോന്നുന്നത്. നീ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. കോളേജിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴും ഒന്നും പുറത്തു പറയില്ലായിരുന്നു. ഞാനന്ന് ക്യാമ്പസിൽ അറിയപ്പെട്ടിരുന്നത് ജാനറ്റിന്റെ ഫ്രണ്ട് എന്നാ. പക്ഷെ അന്നും ഇന്നും നിന്റെ ഫാമിലിയെ കുറിച്ചോ റിലേറ്റീവ്സിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാ സത്യം. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല സ്നേഹ. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. കർഷകനാണ് എന്റെ അച്ഛൻ. മലഞ്ചെരുവിൽ കമുകനും കുരുമുളക് ചെടികൾക്കും ഇടയിൽ ഒരു കൊച്ചു വീട്. ജാനറ്റ് പറയുന്ന കേൾക്കുമ്പോ തന്നെ എനിക്ക് ആ വീട്ടിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. അതെന്താ ജാനി ഒഴിഞ്ഞു മാറുന്നേ? ജാനിയുടെ വീട്ടിൽ വരാൻ എനിക്ക് അനുവാദമില്ലേ? ആര് പറഞ്ഞു അനുവാദമില്ലെന്ന്? എന്റെ വീട് സ്നേഹയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. ഞാനിന്ന് കുളിക്കട്ടെ. ഇവളിപ്പോ പറഞ്ഞതെല്ലാം കള്ളമാണ്. എന്തോ ഒരു വലിയ ദുരൂഹത ജാനറ്റിനെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്തായിരിക്കും അത്?